കാസർഗോഡ് സ്കൂളിൽ പലസ്തീൻ ജനതയുടെ ദുരിതം വിഷയമാക്കിയുള്ള മൈം ഷോ അനുവദിച്ചില്ല. കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പലസ്തീൻ ജനതയുടെ ദുരിതം വിഷയമാക്കിയ മൈം അവതരിപ്പിക്കാൻ അനുവദിക്കാതിരുന്നത്. മൈം ഷോ അവതരിപ്പിച്ച വിദ്യാർത്ഥികളെ അധ്യാപകർ മർദ്ദിച്ചെന്നും പരാതിയുണ്ട്. ഷഫീഖ് നസ്രുല്ല ചേരുന്നു. ഷഫീഖ്, എന്താണ് സംഭവിച്ചത്? കാസർഗോഡ് കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ കലോത്സവം നടക്കുന്നതിനിടെയാണ് വിദ്യാർത്ഥികൾ തങ്ങളുടെ മൈം ഷോയിൽ പലസ്തീൻ വിഷയം ഉയർത്തിയത്. പലസ്തീൻ വിഷയം ഉയർത്തിയുള്ള മൈം ഷോ ആണ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചിരുന്നത്. ഈ മൈം ഷോ നടക്കുന്നതിനിടയിൽ കർട്ടൻ താഴ്ത്താൻ അധ്യാപകർ ആവശ്യപ്പെട്ടു. ഈ അധ്യാപകർ ആവശ്യപ്പെട്ടതിന് പിന്നാലെ വിദ്യാർത്ഥികൾ പലസ്തീന്റെ കൊടികൾ അതുപോലെ തന്നെ പലസ്തീൻ ചിത്രങ്ങളും ഉയർത്തി അതിന് പലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. ഇത് മാനുവലിന് വിരുദ്ധമാണ്, കലോത്സവ മാനുവലിന് വിരുദ്ധമാണ് എന്ന് അധ്യാപകർ പറയുന്നുണ്ട്. പിന്നീട് ഈ കുട്ടികളെ മൈം ഷോ അവതരിപ്പിച്ച കുട്ടികളെ മർദ്ദിച്ചു എന്ന പരാതിയും വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നുണ്ട്. ഇന്നലെയായിരുന്നു ഈ മത്സരം നടന്നത്. നടക്കേണ്ടിയിരുന്ന കലോത്സവം സംഘാടക സമിതി മാറ്റിവെച്ചിട്ടുണ്ട്. അധ്യാപകരും അതോടൊപ്പം തന്നെ രക്ഷിതാക്കളുടെ പ്രതിനിധികളും ചർച്ച നടത്തുന്നുണ്ട്. ഇന്ന് ഈ കലോത്സവം നടത്താനാവില്ല എന്ന നിലപാടിലാണ് അധ്യാപകരുള്ളത്. സമാനമായ സ്വഭാവത്തിൽ സംസ്ഥാനത്തിന്റെ മറ്റു സ്കൂളുകളിലും ഇങ്ങനെ സ്കൂൾ കലോത്സവത്തിൽ പലസ്തീൻ വിഷയം അവതരിപ്പിച്ച് കലാപ്രകടനം നടത്തുന്നതിനെ എതിർത്തിരുന്നു. അതിന് സമാനമായ സ്വഭാവത്തിലാണ് കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും മൈം ഷോ നടത്തുന്നത് അധ്യാപകർ തടഞ്ഞത്. പലസ്തീൻ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു മൈം ഷോ അവതരിപ്പിച്ചിരുന്നത്. മൈം ഷോ കുട്ടികൾ അവതരിപ്പിച്ച ഉടൻ തന്നെ അധ്യാപകർ ഇടപെട്ട് കർട്ടൻ താഴ്ത്താൻ ആവശ്യപ്പെടുകയും അതിന് പിന്നാലെ കുട്ടികൾ പലസ്തീന്റെ പതാക ഉയർത്തി ഇവിടെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയുമാണ് ചെയ്തത്. അതാണ് ഈ കലോത്സവം മാറ്റിവെക്കാൻ കാരണം എന്നാണ് ഈ അധികൃതർ. എന്നാൽ രക്ഷിതാക്കളും അധ്യാപക പ്രതിനിധികളും ഇന്ന് ചർച്ച നടത്തുന്നുണ്ട്. വിദ്യാർത്ഥികളെ മർദ്ദിച്ചു എന്നൊരു പരാതി ഒരു വിഭാഗം വിദ്യാർത്ഥികൾ ഉയർത്തുന്നുണ്ട്.